ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വയനാട്ടിൽ ഇഞ്ചി കൃഷിയിൽ നൂതന രീതിയിലൂടെ വൻ വിജയം നേടിയ യുവ കർഷകനായ ബിനേഷ് ഡൊമിനിക് ചേട്ടനെ കുറിച്ചാണ്. നൂതന രീതിയിൽ മണ്ണ് കുറച്ചുള്ള ഗ്രോ ബാഗ് കൃഷിയാണ് ഇദ്ദേഹം വിജയിപ്പിച്ചത്. കുറച്ച് സ്ഥലം ഉപയോഗിച്ച് കൃഷി ചെയ്ത് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് രീതി. അമ്പലവയലിലെ ആമീസ് നഴ്സറി ഉടമയായ ഇദ്ദേഹത്തിന് 15 വർഷമായി കർണാടകയിൽ ഇഞ്ചി കൃഷിയിൽ പരിചയമുണ്ട്. സാധാരണ മണ്ണിൽ ഏരി തിരിച്ച് ചെയ്യുന്ന കൃഷിരീതിയാണ് നൂതനമാക്കിയത്. കൃഷിക്ക് സ്ഥലം ഒരുക്കേണ്ടതില്ലെന്നാണ് മറ്റൊരു പ്രത്യേകത. കൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും നഴ്സറിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബിനീഷ്. ബാക്കി കാര്യങ്ങളൊക്കെ ഡൊമിനിക് ചേട്ടൻ തന്നെ പറയും. ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ ഒരു 15-16 വർഷത്തോളമായിട്ട് കർണാടകയിൽ കൃഷി ചെയ്യുന്നതാണ്. ഇതര സംസ്ഥാനത്ത് പോയി ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്ന അവിടെ കൃഷി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് കൃഷി ചെലവുകൾ കൂടി വന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഉൽപ്പാദനം കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ കൃഷി രീതി ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ ഗ്രോ ബാഗിനെ കുറിച്ച് ചിന്തിച്ചതും. ഗ്രോ ബാഗ് സിസ്റ്റം ചെയ്ത് നോക്കാം, പരീക്ഷിച്ച് നോക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്ത് നോക്കിയത്. കഴിഞ്ഞ വർഷം കുറച്ചൊരു വിരലിനാവുന്ന കുറച്ച് ബാഗുകൾ ചെയ്ത് നോക്കി. അത് സക്സസ് ആയിട്ട് തോന്നിയപ്പോൾ ഈ വർഷം കുറച്ച് കൂടുതൽ കൃഷിക്കാരിലേക്ക് ഇത് എത്തിക്കണമെന്നും കൂടുതൽ ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തണം എന്നുള്ള രീതിക്കാണ് കുറച്ച് കൂടുതൽ, ഏകദേശം ഒരു 1500ഓളം ബാഗ് ഞാൻ ഇവിടെ നഴ്സറിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സക്സസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിനുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഒരുക്കണ്ട, പൂട്ടണ്ട, കല്ല് വെറുക്കണ്ട, ഒരുപാട് സ്ഥലങ്ങൾക്ക് ലീസ് എടുത്ത് സമയം കളയണ്ട, ഓരോ വർഷം ലീസ് എടുക്കണ്ട. ഒരു സ്ഥലത്ത് തന്നെ ഒരു 10 വർഷമോ 15 വർഷത്തോളം 10ൽ കൂടുതൽ വർഷങ്ങളോളം കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഒരു 5 ഏക്കറോ 10 ഏക്കറോ സ്ഥലം എടുത്തിട്ട് അവിടെ വീറ്റ് മാറ്റ് വിരിച്ച് അതിനകത്ത് ഇതേപോലെ സിസ്റ്റം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ കേടില്ലാത്ത ഇഞ്ചി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന ഒരു രീതിയിലുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് ഞാനൊരു കൃഷിക്കാരൻ, ഒരു ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് വിളവ്. കാരണം സാധാരണ ഒരു ഏക്കറിൽ ചെയ്യുന്ന കൃഷിയിനേക്കാൾ കൂടുതൽ വിളവുകൾ കാണുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ ഒരുപാട് ചിലവുകൾ കുറവാണ്. കാരണം കള പറിക്കേണ്ട, അതിന് സൈഡ് കെട്ടണ്ട, അങ്ങനെയുള്ള ഒരുപാട് പണികൾ നമുക്ക് ആളുകളുടെ പണികൾ ഒഴിവാക്കാം. ഇത് പറിക്കേണ്ട സമയത്താണെങ്കിൽ പോലും നമ്മൾ കർണാടകയിലൊക്കെ ഒരുപാട് ആളുകളെ കൂട്ടിയിട്ടാണ് ഇത് പറിക്കേണ്ടി വരിക. ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇതൊരു കവർ എടുക്കുന്നു. ഒരു കവർ ഇപ്പോൾ ഞാനിത് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു കവർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് പൊട്ടിച്ച് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പരിപാടികളും തീർന്നു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഗ്രോ ബാഗ് സിസ്റ്റം. ഇതിനകത്ത് മണ്ണ് ഏറ്റവും കുറവ് മതി. മണ്ണ്, ചകിരിച്ചോറ്, ചാണാൻ, കമ്പോസ്റ്റ്, ഇത് മൂന്നും ഒരേപോലെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന വളങ്ങൾ മുഴുവനും നമ്മൾ ട്രെഞ്ചിങ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കൃത്യമായിട്ട് ഒരു ചെടിക്കൊരു 500 മില്ലി മതി, അര ലിറ്റർ മതി എന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ കൃത്യമായിട്ട് ആ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനും ആ ചെടികൾ കൃത്യമായിട്ട് വലിച്ചെടുക്കാനും ഉള്ള ഗുണങ്ങളാണ് ഇതിലേറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്, കേട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് 15-15 ബാഗാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വലിയ ബാഗുകൾ ഉപയോഗിക്കുമ്പോൾ വളർച്ച കൂടുതൽ വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 2-2.5-3 കിലോയോളം ഒരു ബാഗിൽ നിന്ന് 100% കിട്ടുമെന്നുള്ള ബോധ്യമുണ്ട്. എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. കൂടുതൽ മരുന്ന് ഉപയോഗിക്കേണ്ട, കൂടുതൽ കുരുടാനോ അങ്ങനെയുള്ള പോലുള്ള ഒരു മരുന്നുകളും മണ്ണ് നശിക്കാതെ മണ്ണിനെ സംരക്ഷിച്ച് പുതിയൊരു രീതിയിലേക്ക് കൃഷി കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തത്. ഇത് വളരെ വിജയകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ആളുകൾ കാണുന്നവർക്കും കൃഷിയെ കൂടുതൽ അറിയുന്നവർക്കൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് പഠിക്കാം, ഇവിടെ വരാം.